വിഴിഞ്ഞത്ത് ഇതുവരെയും കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താനായിട്ട് ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ആ കുടുംബത്തോടൊപ്പം തന്നെ നമ്മുടെ വിഷമവും അറിയിക്കുകയാണ്. ഞങ്ങൾ ആ കുടുംബത്തിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയും മക്കളെയൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു. വളരെ വിഷമത്തിലാണ് ആ കുടുംബം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും ഒരു കാര്യം പറയാം, കോൺഗ്രസിൻ്റെ പോഷക സംഘടന എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് ആ കുടുംബത്തിലെത്തിയത് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ആണ്, സംസ്ഥാന സമിതിയാണെന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പാളയം അശോകന്റെ നേതൃത്വത്തിൽ ആ കുടുംബത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലെത്തുകയും അവരോടൊപ്പം ഞങ്ങൾ സമയം ചെലവഴിക്കുകയും ചെയ്തു. അവരുടെ വിഷമത്തിൽ ഞങ്ങളും പങ്കാളികളായി തീർന്നു. വളരെ ശോകമൂകമായ ഒരവസ്ഥയാണ് കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളത്. തങ്ങളുടെ അച്ഛൻ എന്ന് തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന മക്കളെയാണ്. മക്കളെപ്പറ്റി പറയുമ്പോൾ വളരെ വിദ്യാഭ്യാസമുള്ള നല്ല കുട്ടികൾ, മത്സ്യത്തൊഴിലാളി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഉയർന്ന നിലയിൽ വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ച മക്കളാണ് ആ കുടുംബത്തിലുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ വേദനയോടുകൂടി ഇരിക്കുന്ന ആ കുട്ടികളുടെ അമ്മ. തീർച്ചയായിട്ടും ഇവരെയൊക്കെ കാണാനായിട്ട് ഞങ്ങൾ സാധിച്ചു. അവരോടൊപ്പം ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ വളരെ സത്യസന്ധമായി പറയുകയാണ്, ഫിഷറീസ് മന്ത്രിയെ ഞങ്ങൾ വി അബ്ദുൽ ഖബൂറിനെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് തന്നെ വിളിക്കുകയും ആ സമയത്ത് മിനിസ്റ്റർ പറഞ്ഞു, ഞാൻ പറ്റുമെങ്കിൽ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടി, വൈകുന്നേരം ഞാൻ പറ്റുമെങ്കിൽ അവിടെ മിനിസ്റ്റർ പറ്റുമെങ്കിൽ അവിടെ എത്തുമെന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ വികാരിയച്ഛനെ പോയി കണ്ടു. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുല്ലുവിള എന്ന് പറയുന്ന സ്ഥലത്തെ വികാരിയച്ഛനെ പോയി ഞങ്ങൾ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ വിഷമം ഞങ്ങളെ അദ്ദേഹം അറിയിക്കുകയൊക്കെ ഉണ്ടായി. കാരണം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നത്തിൽ എല്ലാവർക്കും ഒരാശ്രയമായി മത്സ്യത്തൊഴിലാളികൾ എക്കാലമുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി ജീവൻ രക്ഷിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. ആ വിഷമങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചു. പക്ഷെ അവരുടെ ഒരു വിഷമത്തിൽ ആരുമില്ല, സംസ്ഥാന സർക്കാരോ ഒന്നും വേണ്ട കാര്യമായ ഇടപെടൽ നടത്തില്ലെന്നൊക്കെ ആ വികാരിയച്ഛൻ ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ അച്ഛനെ അറിയിച്ചിരുന്നു ഇന്ന് മിനിസ്റ്റർ അവിടെ എത്തും എന്നുള്ളത്, വി അബ്ദുൽ ഖബൂർ അവിടെ എത്തുമെന്ന് പറയുകയുണ്ടായി. പക്ഷേ ഞങ്ങൾ പിന്നീട് ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തെ ബന്ധപ്പെട്ട പിന്നെ അദ്ദേഹത്തെ കിട്ടിയില്ല. അദ്ദേഹം ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിഷമങ്ങളൊക്കെ കൃത്യമായി ഞങ്ങൾ മന്ത്രിയുടെ ഓഫീസിൽ തന്നെ പോയി നേരിട്ട് മന്ത്രി അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, ഞങ്ങൾ ഈ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ മാത്രമല്ല ഞങ്ങൾ സന്ദർശിച്ചത്, കടൽ ഇറങ്ങി മരണപ്പെട്ടു പോയ ആളുകളുടെയും വീടുകൾ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അപ്പോൾ മന്ത്രി അന്ന് ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം കുറേ അസൗകര്യങ്ങളുണ്ട്, ഏറ്റവും അടുത്ത ദിവസം തന്നെ പോയാൽ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിനെ അറിയിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഞങ്ങൾ പിറ്റേ ദിവസം അദ്ദേഹം പോയില്ല. എന്തായാലും ഞങ്ങളൊരു വാർത്ത കണ്ടു, രമേശ് ചെന്നിത്തലയ്ക്കൊപ്പവും അവിടുത്തെ കോവള MLA ആയ വിൻസെന്റ് MLAയ്ക്കൊപ്പം ഒക്കെ അദ്ദേഹം ആ വീട്ടിൽ സന്ദർശിച്ചയച്ചു. എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അവരുടെ വിഷമങ്ങൾ കൃത്യമായിട്ട് മന്ത്രി അറിയിക്കാൻ സാധിച്ചു. അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ അറിയിച്ചില്ലെങ്കിൽ കൂടി ഞങ്ങൾ വിഷമമില്ല, അദ്ദേഹം അവിടെ വീട്ടിലെത്തി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കൃത്യമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന എന്ന നിലയിൽ വിഴിഞ്ഞത്ത് പോയി ആദ്യമായി ഒരു ഇടപെടൽ നടത്തിയത് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ആണെന്ന് വളരെ അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പക്ഷേ ഒരുപാട് വിഷമങ്ങളാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാണാതായ ഒരുപാട് 500 ജീവനുകൾ കടലിൽ പോയി മത്സ്യം പിടിക്കാൻ കടലിൽ പോയി പ്രകൃതിക്ഷോഭം മൂലം നഷ്ടപ്പെട്ട 500 ജീവനുകൾ ഇപ്പോഴും ഉണ്ട്. പലരെയും കാണാതായിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അടിയന്തര നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പം ഈ കടലിന്റെ ആഴവും പരപ്പും നീളവും ഒക്കെ അറിയാവുന്ന മത്സ്യത്തൊഴിലാളികളെ തന്നെ ഉദ്യോഗസ്ഥരോടൊപ്പം അവിടെ അന്വേഷിക്കാനായിട്ട്, കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ അന്വേഷിക്കാനായിട്ട് ഇവരുടെ നേതൃത്വത്തിൽ ഒരു സേന രൂപീകരിക്കാൻ പറ്റിയാൽ അത് വളരെയേറെ നല്ലൊരു കാര്യമായിരിക്കും. അത് സർക്കാരിനൊരു വലിയ മുതൽക്കൂട്ടാകും. പിന്നെ രണ്ടാമത്, ഇവരുടെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കൃത്യമായി സർക്കാർ പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പിന്നെ മത്സ്യത്തൊഴിലാളികളെ കൃത്യമായി അറിയാവുന്ന ഒരു നേതാക്കന്മാരായിരിക്കണം ഇവരുടെ ഉദ്യോഗസ്ഥന്മാരായിട്ടും ഒക്കെ. ഇപ്പം നേതൃതലങ്ങളിൽ ഒരു മന്ത്രിയായിട്ടൊക്കെ വരേണ്ടതെന്നുള്ളതും വളരെ കൃത്യമായ കാര്യമാണ്. ഇപ്പം വി അബ്ദുൽ ഖബൂർ മോശമാണെന്ന് പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് മത്സ്യത്തൊഴിലാളികളെ പറ്റി കൃത്യമായ ഒരു അറിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇതൊരു ആശയക്കുഴപ്പമുണ്ട്. വി അബ്ദുൽ ഖബൂർ നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ. പിന്നെ അദ്ദേഹം കളമശ്ശേരിയിൽ അദ്ദേഹം തന്നെയാണ് കൃത്യമായി സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന് ലീഗ് നേതൃത്വത്തോട് കൃത്യമായി അറിയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. തീർച്ചയായും അഭിമാനമുണ്ട്. അദ്ദേഹം രണ്ടാമത് മത്സരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം അവിടെ മത്സരിച്ചപ്പോൾ തോറ്റുപോയി. എങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്നുള്ളത് ലീഗുകാരുടെ പോലും തർക്കം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും
അദ്ദേഹം നല്ലൊരു മികച്ച സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് എനിക്ക് ലീഗ് നേതൃത്വത്തോട് പറയാൻ സാധിച്ചു. കാരണം ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ നടത്തി കളമശ്ശേരിയിൽ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് തന്നെ 5-6 മാസം മുമ്പ് തന്നെ അവിടെ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ നടത്തി. അവിടെ UDF ഒരു തരംഗമുണ്ട്, അത് ലീഗ് സ്ഥാനാർത്ഥി അവിടെ നിന്നാൽ വിജയിക്കും, അല്ലെങ്കിൽ ഗഫൂർ അവിടെ നിന്ന് മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ള കൃത്യമായ ഒരു ധാരണ കൊടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ രാധികാരികമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. അദ്ദേഹം ഈ രണ്ടാമത് തവണ മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷത്തോട് വിജയിക്കുകയും തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും കിട്ടുകയും ചെയ്തു. അപ്പം കഷ്ടത അനുഭവിക്കുന്നവരെ, വേദന അനുഭവിക്കുന്നവരുടെ വീടുകളിലെത്തി തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് അവരുടെ വീടുകളിലെത്തി അവർക്ക് വേണ്ട ആശ്വാസം കൊടുക്കണമെന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ വി അബ്ദുൽ ഖബൂറിനോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ പോയി അവരെ സുഖദുഃഖങ്ങൾ അന്വേഷിച്ച ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പാളയം അശോകന് ആദ്യമായി തന്നെ അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു.